ഈ അഡാപ്റ്റർ എടുത്തുകൊണ്ട് വെച്ചു കുത്തിവെച്ച വർക്കാവുന്നു അഴിച്ചു മനസ്സിലെടുക്കാൻ തോന്നുന്നില്ല നിർത്തിയാൽ നീ ആരെ വെയിറ്റ് സ്പീക്കറൊക്കെ ദ്രവിച്ചിരിക്കുക ദ്രവിക്കാതിരുന്നിട്ടൊന്നും ഇല്ല വിട്ടങ്ങ് പോയിട്ടില്ല. സ്കൂട്ടർ എടുത്തു സ്കൂട്ടർ 1 2 3 4 5 സ്ക്രൂ ഒരു സൈഡിൽ. ഒന്ന് 2 3 4 5 6 7 8 10 2 10 ബാക്ക്. ചിലപാടാണ് ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ നിർത്തി. ഓക്കെ. സ്പീക്കറൊക്കെ നല്ല മുഴുത്ത മാനറ്റും വോളിയം കൺട്രോളും മുഴുത്ത ബാറ്ററി. നല്ല ബാറ്ററിയൊക്കെ നമ്മൾ ഇരിക്കുന്നത്. ബാറ്ററി 1200 mAh ഉള്ളൂ. മുട്ടാൻ വലുപ്പവും കത്തിക്കുന്നത്. ഇത് ബാറ്ററികളൊന്നും എഴുതിയിട്ടില്ല, കവറേൽ എഴുതിയിട്ടുണ്ട് 1200 mAh എഴുതിയിട്ടുണ്ട്. 3.7 വോൾട്ട്. അതൊക്കെ ഒട്ടിച്ചു വെച്ചിരിക്കും. അത് തന്നെ ഇതിനകം 3.7 വരുള്ളൂ. അപ്പൊ നമുക്ക് ചാർജിങ്ങിൽ ഇടുമ്പോൾ ഇതിന് വോൾട്ടേജ് എത്ര വരുന്നുണ്ടെന്ന് നോക്കാം.
ഈ മീറ്ററിന്റെ സ്റ്റാൻഡിന്റെ എടുത്തു. സ്റ്റാൻഡ് 2.6 ഓട്ടോ. കയറി പോകുന്നുണ്ടോ? അതിനകത്തൊരു ബാറ്ററി എടുക്കാം. ഇത് വെറും 1200 mAh ഉള്ളു ഈ ബാറ്ററി ഇതേ കിടന്നത്. അതങ്ങോട്ട് വോൾട്ടേജ് അങ്ങോട്ട് കൊടുത്തിട്ട് 3യുടെ മേളിൽ കയറുന്നില്ല. ഇത് കണ്ടോ, 3 8 തന്നെ 8 8 3 8 4 8 5 8 6 8 7 8 8 3.1ലേക്ക് എത്താൻ ഭയങ്കര താമസം വരുന്നു. പിന്നെ ടൈം കിട്ടുന്നില്ല, അതതിൻ്റെ കംപ്ലൈൻറ്റ്. ഇതെന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, ഒരു ആമ്പറുള്ള ബാറ്ററി 3.732 വരും. അപ്പോൾ ഈ ബാറ്ററി ഉണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ 3.7 വോൾട്ട് 4300 mAh ബാറ്ററി, 4300 mAh. അപ്പോൾ അത് 1200 ആണെങ്കിൽ ഇത് 4 ഇരട്ടിയോളം ടൈം കിട്ടും ഈ സാധനത്തിൽ. അത്ര നല്ല ബാറ്ററിയാണ്. ഇത് കണ്ടോ, പിന്നെ എന്താ താന്നു പോയി. 3.9 വരെ നമ്മൾ പിടിച്ചു വെച്ചാലും 3.4 3.4 ഇതൊക്കെ ഇങ്ങനെ കണ്ടോ താന്നു പോയിക്കൊണ്ടിരിക്കുക. പ്രോപ്പറായിട്ട് ചാർജ് ആകുന്നില്ല. ചാർജിങ് അങ്ങ് വിട്ട് കഴിഞ്ഞാൽ അത്ര വോൾട്ടേജ് നിൽക്കുന്നു. 2.9 ആയിട്ട് കുറഞ്ഞു പോയി. ചിലപ്പോൾ ഇടിച്ച് കയറ്റിയൊക്കെ വെച്ചാൽ അങ്ങ് നിൽക്കുമായിരിക്കും. പക്ഷെ അതുകൂടെ ആ സെറ്റിന്റെ പ്രശ്നം രീതിയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ബാറ്ററി അങ്ങ് മാറാൻ അങ്ങ് തീരുമാനിച്ചു. മാറാന്ന് പറയുമ്പോൾ വേറെ കൂടുതലൊന്നുമില്ല. അപ്പം അതൊക്കെ പൊളിക്കുക. അതൊക്കെ ഇടാനുള്ള കിട്ടിയില്ല. The Bluetooth device is ready to pair. മറ്റേ പെൺഡ്രൈവ് ഇത് പോവുക. Music play mode.
കട്ട് ചെയ്ത് പിടിച്ചാൽ മതി. ബാറ്ററിയിലാണ് എന്താ 3.5 എന്താ എടുത്തപ്പോഴേ 3.5 ആയി കുറഞ്ഞു. അതിൻ്റെയാണ് ബാറ്ററി ലോ കാണിക്കുന്നത്. 3.6 3.7 നിൽക്കണം. ഇത് ചാർജ് ചെയ്യാത്ത പുതിയ ബാറ്ററിയാണ്. ചാർജ് കിട്ടുക 3.7. ഇനി ആംബിയറാണ് ഉണ്ടാകേണ്ടത്. ആംബിയർ ഉണ്ടാകാൻ വേണ്ടി കുറേ നേരം കുത്തി കിടക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് പാക്ക് ചെയ്യാം. ഇരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ പണികൾ കഴിഞ്ഞു. ബാറ്ററി പുതിയത് വെച്ചു. പിന്നെ ഇതാണ് ബോർഡിൽ വെച്ച് ഡ്രൈ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. പിന്നെ ഓണാക്കുക. The Bluetooth device is ready to pair. മൈക്കുണ്ട്, ഇത് സ്വിച്ചുകൾ, ഇത് ക്രിസ്റ്റൽ, ഇത് IC, ഇത് ആംപ്ലിഫയർ IC, ഇത് മെമ്മറി കാർഡ് ഇടുന്നത്, പെൻഡ്രൈവ് കുത്തുന്നത്, ചാർജ് ചെയ്യുന്നത്, ഇത് ഓക്സ് കൊടുക്കുന്നത്, ഇത് 2 സ്പീക്കറിൻ്റെ ഔട്ട്. ഇതാണ് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ അകത്തുള്ള സാധനങ്ങൾ മൊത്തം. ഇതിങ്ങനെ അങ്ങോട്ട് വെച്ചാൽ മതി. ഇതിനൊരു പാടുണ്ട്, അതുവഴി ഇങ്ങനെ അങ്ങോട്ട് വെക്കുകയാണ്. വെച്ച് കഴിയുമ്പോൾ ഇവിടെ ഒരു സാധനമുണ്ട്, വോളിയം കൺട്രോളിൻ്റെ കവറ്. ഇത് അഴിച്ചാലേ നമുക്ക് വോളിയം കൺട്രോൾ അഴിച്ചെടുക്കത്തുള്ളൂ. അത് ഇട്ട് കഴിഞ്ഞിട്ട് ചിലതിനൊക്കെ അവിടെ ലൈറ്റും കൊടുക്കുന്നതാണ്. അത് ഇട്ടു, തള്ളിപ്പോകത്തില്ല. ഇതാണ് അതിൻ്റെ കണ്ടീഷൻ. സ്വിച്ചും ഇതെല്ലാം കൂടെ ഇച്ചിടെ കയറി വരണം. ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞോളാം. ഇതുപോലെ കണ്ടുള്ള 2 സ്പീക്കർ. ഇനി നമ്മുടെ ബാറ്ററി നമ്മളൊന്ന് പൊതിയാൻ പോവാണ്. ഇതിൻ്റെ പഴയ കവറുണ്ട്. ഇതല്ല, ഇത് പോയ ബാറ്ററിയാണിത്. ഇതൊരു കവറുണ്ടായിരുന്നല്ലോ, അതെനിക്കൊരു നീല കവറ്. നമ്മൾ വലിയ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 4300 mAh ബാറ്ററിയാണ് ലിഥിയോൺ ബാറ്ററി നമ്മൾ വെച്ചിരിക്കുന്നത്. നേരത്തെ വെറും 1200 mAh ബാറ്ററി ഉള്ളായിരുന്നു. 1200 mAh ബാറ്ററിക്ക് പകരം 4300 mAh ബാറ്ററിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. നല്ല സൂപ്പർ ബാറ്ററി. ഈ ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ ബാറ്ററിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്ററി തന്നെയാണ്. അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, 1 പ്രാവശ്യം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വല്ലപ്പോഴും ഒന്ന് ചാർജ് ചെയ്താൽ മതി. ഇനി ബ്ലൂടൂത്ത് സ്പീക്കർ ഇത്രയും നല്ല ബാറ്ററി ഒന്നും കമ്പനി പോലും വെക്കുന്നില്ലെന്ന് മനസ്സിലായല്ലോ. ആ ബാറ്ററി വെച്ച് അത് ഷോർട്ടിങ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ആ പഴയ കവർ തന്നെ ഞാൻ എടുത്തങ്ങ് ഒട്ടിച്ചു. BMS അതിനകത്തുണ്ട്. BMS ഇതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ ഈ സൈഡിൽ കണ്ടതാണ് അതിൻ്റെ BMS. അപ്പോൾ നമ്മൾ പഴയ കണ്ടീഷനിൽ തന്നെ അത് ഒട്ടിച്ച് അത് ഷോർട്ടിങ് ഒന്നും വരാതെ അവിടെ ബാറ്ററി നമ്മൾ ഇറക്കുക. ബാറ്ററി നമ്മൾ ഇറക്കി അത് കിടന്ന് പിടയ്ക്കാതിരിക്കാൻ വേണ്ടി ഒരു റബ്ബർ അവർ വെച്ചിട്ടുണ്ട്. വേണ്ട ആ റബ്ബർ കവറിട്ട് കഴിയുമ്പോൾ അവനവിടെ ബാറ്ററി അനക്കാതെ ടിക്കി വെച്ചോളും. ഒരിടത്തോട്ടും പോരിയല്ല. ഇത് വയർ ഇടാനുള്ള കവറിങ്. ഇനി അതിൻ്റെ ബാക്കിലത്തെ കവറിടാം.
അതിൻ്റെ വെട്ട് നോക്കി കറക്റ്റ് ഇടണം. സിന്തറ്റിക് റബ്ബറാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് മൊത്തം. അതുകൊണ്ടാണ് നമ്മുടെ റബ്ബറിന് ഇപ്പോഴും വിലയില്ലാത്ത. സ്ക്രൂ ഡ്രൈവർ കഴിഞ്ഞെടുത്തു. മുമ്പത്തെ സ്ക്രൂ ഡ്രൈവർ കഴിഞ്ഞു. ലാൻഡ്മാർക്ക് എല്ലാം 12 സ്ക്രൂ ഒക്കെ ഇട്ട് ആദ്യം. എന്നാ ഇത് ലാൻഡ്മാർക്ക് എല്ലാം BT42FM എന്ന് പറഞ്ഞ ബ്ലൂടൂത്ത് സ്പീക്കറാണ്. സ്പീക്കറൊന്നും കുഴപ്പമില്ല, നല്ല ഡിസ്പ്ലേ ഒക്കെ ഉള്ള ടൈപ്പാണ്. എല്ലാത്തിനും ഒന്നും അങ്ങനെ ഡിസ്പ്ലേ ഒന്നും ഇല്ല, നല്ല ബോർഡാണ്, കുഴപ്പമില്ല. ഡിസ്പ്ലേയും എല്ലാ കാര്യങ്ങളും ഉള്ള സെറ്റാണ്. ബ്ലൂടൂത്തും പെൻഡ്രൈവും FM റേഡിയോയും എല്ലാം ഉണ്ട്. ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ് വന്നതോടുകൂടിയാണ് വലിയ ഓഡിയോ സിസ്റ്റത്തിൻ്റെയൊക്കെ കാലം കഴിഞ്ഞത്. ബ്ലൂടൂത്ത് ശരിക്കും സോണിയൊക്കെ ആദ്യകാലത്തൊക്കെ ബ്ലൂടൂത്ത് സ്പീക്കർ ഇറക്കിയപ്പോൾ ഇതെന്തിനാണെന്നൊക്കെ എല്ലാവരും ചോദിച്ചായിരുന്നു, ഓഡിയോ ഇല്ല മറ്റേതാന്നൊക്കെ. പക്ഷേ ഇപ്പോൾ ആൾക്കാർക്ക് ബ്ലൂടൂത്ത് സ്പീക്കർ മതി. പോർട്ടബിളാണ്, കൊണ്ടു നടക്കാൻ എവിടെ വേണേലും കൊണ്ടുപോകാം. ഇതിനകത്ത് ബാറ്ററി ഉണ്ട്. ഇപ്പോൾ നല്ല ആംബിയറുള്ള ബാറ്ററിയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എവിടെ വേണേലും കൊണ്ടുപോകാൻ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൂടെ കൊണ്ട് പാട്ടൊക്കെ കേൾക്കുകയൊക്കെ ചെയ്യാമല്ലോ. അതൊക്കെയാണ് അതിൻ്റെ ഒരു ഇത്. മറ്റേ കറണ്ടെ കുത്തി അതിൻ്റെ ചോട്ടിൽ തന്നെ ഇരിക്കണ്ടേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൻ്റെതായ മാറ്റമാണ്. പിന്നെ നമുക്ക് ഫോൺ പറയാം, ഫോണിൽ കൂടെ സംസാരിക്കാം. ബ്ലൂടൂത്ത് ഇതിന് മൈക്കുണ്ട് ഇവിടെ. മൈക്കുള്ള സമയത്ത് നമുക്ക് ഫോണിൽ കൂടെ പറയാൻ പറ്റും. മാർക്ക് ചൈനീസ് കമ്പനി ആണെങ്കിലും പണ്ട് തൊട്ട് വലിയ കുഴപ്പമില്ലാത്തൊരു ട്രേഡ് മാർക്കുള്ള, അതായത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു നല്ല കമ്പനിയാണ്. അവരുടെ സാധനങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാത്തതാണ്. ഒത്തിരി കമ്പനികൾ, ഒത്തിരി പ്രോഡക്റ്റൊക്കെ അവർക്കുണ്ട്. ഞാൻ പലതും ഇതുപോലെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊരു വിധം നല്ല പ്രോഡക്റ്റാണ്. ഇനിയിപ്പോൾ ഒരു ഇതും കൂടെ ഉള്ളു. ഏത് ഹോളിലാണ് അതില്ലാത്തതെന്ന് നോക്കണം. ഇതിനകത്തുണ്ട്, ഇതിനകത്തില്ലാത്ത. അപ്പം എല്ലാ സ്ക്രൂവും തന്നെ ഇട്ടു. ഇതിൽ ഓൺ ഓഫും ഇതെല്ലാം കൂടെ ഇതേ തന്നെയാണ്. ബ്ലൂടൂത്ത് ഡിവൈസ് റെഡിയായി. നമുക്ക് എന്നാലും പെൻഡ്രൈവ് ഒന്ന് കുത്തി നോക്കാം. ഉണ്ട്, സ്റ്റീരിയോ ആണ്. ഇതാണ് അതിൻ്റെ ബാറ്ററി പോയത്, പഴയ ബാറ്ററി പോയത്. അത് മാറി നല്ല വർക്കിംഗ് ആണ്. കേട്ടല്ലോ ഐഡി, നല്ല ഐഡിയുള്ള സെറ്റാണ്. പിന്നെ ബാറ്ററി ഫുൾ ചാർജ് ആയിട്ടില്ല. ഫുൾ ചാർജ് ആയ കുറച്ചും കൂടെ എളുപ്പമാവും. ഡ്രൈവാണ്.